ഗുഡ് മോർണിംഗ്. പ്രിസത്തിൻ്റെ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗാൽവനിക് സെല്ല്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരു 3 to 5 മാർക്സിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇത് ഗാൽവനിക് സെല്ല്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ ഏറ്റവും കൃത്യമായിട്ട് നമ്മളിന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ ശേഷമാണ് ശരിക്കും നമ്മൾ എവിടേക്ക് വരുന്നത്, ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ആ കൺസെപ്റ്റ് പക്കാ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്സിലെ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളെ ആദ്യം പഠിപ്പിക്കും. അത് നമ്മൾ പഠിച്ചതിൻ്റെ ശേഷം ഗാൽവനിക് സെല്ല് പഠിക്കുമ്പോഴാണ് പക്ക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഗാൽവനിക് സെല്ലിൻ്റെ കൺസെപ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫിസിക്സിലെ പോർഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പോർഷൻ പറയുന്നതെന്ന് വെച്ചാൽ, ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട്, അതായത് ഒരു സെല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടായാൽ മാത്രമേ സെല്ലിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ. അപ്പോൾ കറണ്ട് എന്ന കൺസെപ്റ്റ് എവിടെയാണ്, ഫിസിക്സിലാണ്. അപ്പോൾ ഞാൻ ആ കൺസെപ്റ്റിലേക്ക് ഒന്ന് നിങ്ങളെ കുറച്ച് സമയം കൊണ്ടുപോയതിൻ്റെ ശേഷം, ആ കൺസെപ്റ്റ് ക്ലിയർ ആയതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ്, പർട്ടിക്കുലർലി നെഗറ്റീവ് ചാർജസ് ആണ്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കറണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുക, അതിൽ കൂടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്തുണ്ടായി എന്ന്, കറണ്ട് ഉണ്ടായി എന്ന് പറയാം. ഇതാണ് ശരിക്കും കറണ്ടിൻ്റെ കൺസെപ്റ്റ്. അതായത് ഒരു ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടായി എന്ന് പറയാം. അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, I = Q/T ആണ് അല്ലേ, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് അല്ലേ. എന്നാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ ഇവിടേക്കാണ് പോകുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സെല്ലിലേക്ക് വരാൻ പറ്റും, ഗാൽവനിക് സെല്ലിലേക്ക് വരാൻ പറ്റും. എടാ, അപ്പോൾ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താക്കി, ക്ലിയർ ആയി. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന്. ഓക്കെ, എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിക്കണം. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഗാൽവനിക് സെല്ല് പഠിക്കുമ്പോഴാണ് അത് പക്ക അതിൻ്റെ എന്താ ചെയ്യുന്നത്, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും ഒരു റിഡക്ഷൻ റിയാക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും ഒരു റിഡക്ഷൻ റിയാക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡോക്സ് റിയാക്ഷൻ എന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഡൗട്ടായിട്ടുണ്ടാവും, എന്താണ് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലേ, എന്താണ് ഒരു റിഡക്ഷൻ റിയാക്ഷൻ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ റിയാക്ഷന് 2 കൺസെപ്റ്റാണുള്ളത്, പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട കൺസെപ്റ്റ് ഇതിലെ രണ്ടാമത്തെ കൺസെപ്റ്റാണ്. ഓക്കെ, എന്താണ് ഞാൻ പറയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ എന്നാണ്. അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നാണ്. ഈ കൺസെപ്റ്റ് നമുക്കിവിടെ ആവശ്യമില്ല, അതുകൊണ്ട് സാർ അത് പറയുന്നില്ല. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, നോക്ക് എന്താണ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. അതായത് ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, Zn അല്ലേ. Zn എന്ന് പറയുന്ന ആള് Zn2+ ആവുന്നുണ്ട് അല്ലേ, 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. അതായത് ഇവിടെ Zn2+ ആവുന്നത് എങ്ങനെയാണ്,
രണ്ട് ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വിട്ടുകൊടുത്തിട്ടാണ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, Zn എങ്ങനെയാണ് Zn2+ ആവുന്നത്? രണ്ട് Znന്റെ കയ്യിലുള്ള രണ്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ടാണ് Zn2+ ആവുന്നത്. അപ്പോൾ Zn2+ ആയിട്ട് മാറുന്ന റിയാക്ഷൻ എന്താണ്? ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അത് നമുക്ക് വേണ്ട കൺസെപ്റ്റ് ഇലക്ട്രോണിന്റെ ബേസിലാവുമ്പോൾ എന്താണ്? അഡീഷൻ. നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ നോക്ക്, Cu2+ അയോൺസ് അല്ലേ? Cu2+ അയോൺസ് രണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് Cu സോളിഡ്സ് ആയി മാറുകയാണ് അല്ലേ? ഈ റിയാക്ഷൻ എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഒരു റിഡക്ഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണെന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി Cuയിലേക്ക്, അതായത് അയോൺ ആയിരുന്ന Cuയിലേക്ക് രണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയും അതൊരു സോളിഡ് ആയിട്ട് മാറുകയും ചെയ്യാണ്. ഇങ്ങനെ ഇലക്ട്രോൺ ആഡ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന്. അങ്ങനെ ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷനും ഇലക്ട്രോൺ ആഡ് ചെയ്ത് നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? എടാ, ഇപ്പം നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലോ. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഗാൽവനിക് സെല്ലിലേക്ക് എന്ത് ചെയ്യാണ്? കടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഒരു ഗാൽവനിക് സെല്ല്, അതിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, ഗാൽവനിക് സെൽ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്. സാർ അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. നോക്ക്, galvanic cell is an arrangement in which chemical energy is converted into electrical energy by means of redox reactions. അല്ലേ? എന്താണെന്ന് നോക്കാം. അതായത് ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. എന്താടാ അങ്ങനെ പറഞ്ഞാൽ? നോക്ക്, നമ്മൾ ഗാൽവനിക് സെല്ല് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് അല്ലേ? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും, റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. ഇങ്ങനെ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ട് അവിടെ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനിക് സെല്ലിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? കെമിക്കൽ എനർജി എന്താക്കിയിട്ട് മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. എങ്ങനെയാണ്? റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് വഴി കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനിക് സെൽ എന്നാണ് നിങ്ങൾ ഗാൽവനിക് സെല്ലിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ. ഇപ്പം നമ്മൾ എന്താണ് ഒരു ഗാൽവനിക് സെല്ല് എന്ന് കൃത്യമായ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ഏരിയ ആണ് അല്ലേ? കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് രണ്ട് മെറ്റൽസ് ആണ്. ഓക്കെ, രണ്ട് മെറ്റൽസ്. ആ മെറ്റൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റിയിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു മെറ്റൽ നന്നായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലായിരിക്കണം, മറ്റേ മെറ്റൽ അതിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായിരിക്കണം. ഓക്കെ, രണ്ടാമത് നമുക്ക് വേണ്ടത് ആ മെറ്റൽ, നമ്മൾ ഏതൊക്കെ മെറ്റലാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന മെറ്റലിൻ്റെ തന്നെ ഒരു സാൾട്ട് സൊല്യൂഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സിങ്കും കോപ്പറും എടുക്കുകയാണ് അല്ലേ? നമുക്കറിയാം സിങ്കും കോപ്പറും തമ്മിൽ റിയാക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സിങ്ക് കോപ്പറിനെക്കാട്ടിലും മോർ റിയാക്റ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ റിയാക്ടിവിറ്റി ഡിഫറൻസ് ഉള്ള സിങ്കും കോപ്പറും നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ രണ്ട് സാൾട്ട് സൊല്യൂഷൻ. ഇപ്പോൾ സിങ്ക് എടുക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ ഒരു സൊല്യൂഷനാണ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ എടുക്കുകയാണ്, കോപ്പറിൻ്റെ ഒരു സൊല്യൂഷനാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു സിങ്ക് ആണ് കോപ്പറിനെക്കാട്ടിലും മോർ റിയാക്റ്റീവ്. അതുകൊണ്ട് സിങ്ക് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മെറ്റൽ നമ്മൾ എടുത്തു, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ
ഒരാളെയാണ്. എടാ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അതായത് നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ സെല്ല് ഒരിക്കലും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. കാരണം ഈ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കറണ്ട് അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കുന്നത് എന്നൊക്കെ നമ്മൾ വർക്കിങ്ങിൻ്റെ സമയത്ത് പറയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് ആര്, സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് വരയ്ക്കാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗാൽവനിക് സെല്ല് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫിഗർ എക്സാമിന് വരയ്ക്കുന്ന സമയത്ത് സാൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ സെല്ല് എന്ത് ചെയ്യൂല, വർക്ക് ചെയ്യൂല. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു വോൾട്ട് മീറ്റർ ആണ്. അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പോസിറ്റീവ് ടെർമിനൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടി ആവശ്യമുള്ളത്. എന്തൊക്കെയാണ്? 2 മെറ്റൽസ് വേണം, ആ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ഡിഫറൻസ് വേണം, അതിൻ്റെ തന്നെ സൊല്യൂഷൻസ് വേണം. പിന്നെ നിങ്ങൾ സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 സൊല്യൂഷൻ്റെയും ക്വാണ്ടിറ്റി എന്തായിരിക്കണം, ഒരേ അളവായിരിക്കണം. ഇപ്പോൾ ഇവിടെ 100 ml ZnSO4 എടുക്കുകയാണെങ്കിൽ 100 ml തന്നെയാണ് എന്തെടുക്കേണ്ടത്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൾട്ട് ബ്രിഡ്ജ് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു വോൾട്ട് മീറ്റർ ആവശ്യമുണ്ട്. ഇത്രയും ആണ് നമുക്ക് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷന് ആവശ്യമാണ്. സാർ ഗാൽവനിക് സെല്ല് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ 2 മെറ്റൽ സെലക്ട് ചെയ്തു, Zn-ഉം കോപ്പറും. അതിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് Zn ആണ്. അതുകൊണ്ട് ഞാൻ Zn ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചു. അതിൻ്റെ ഒരു റോഡ് Zn-ൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോപ്പർ വെച്ചു, അതിൻ്റെ റോഡ് എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്തു. ഈ 2 റോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഈ 2 സൊല്യൂഷനെയും ഞാൻ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇത്രയുമാണ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ. അപ്പം നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ വർക്കിംഗ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞ ഈ പോർഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സാറ് നിങ്ങളെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ലോൺ എന്ന് പറഞ്ഞൊരു ടേം. ഇതെന്താണ് ലോൺ എന്ന് പറഞ്ഞ ടേം? ഇതിലെ ഓരോ ലെറ്റേഴ്സും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എന്തായി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി. ലോൺ എന്ന് പറഞ്ഞാൽ 4 ലെറ്റേഴ്സാണ്. ഇതിൽ L നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയാണ്, O ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷനാണ്, A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആനോഡാണ്, N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ 2 മെറ്റൽ എടുത്തായിരുന്നു നേരത്തെ അല്ലേ, സിങ്കും കോപ്പറും. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു, വർക്കിംഗ് കൺസ്ട്രക്ഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എവിടെയാണ് വെക്കേണ്ടതെന്ന്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വെക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറഞ്ഞാൽ വേഗം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മെറ്റൽ എന്നല്ലേ. വേഗം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചത് എന്തായിരുന്നു? ഓക്സിഡേഷൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു എന്നതാണ് O എന്ന ടേം കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ റിയാക്ഷൻ പഠിക്കാം. ഓക്കെ, നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് നോക്കി നോക്ക്. അറ്റ് Zn ഇലക്ട്രോഡിൽ എന്താണ് നടക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. നമുക്കൊന്ന് എഴുതി നോക്കാം. Zn ഇസ് ഈക്വൽ ടു അല്ലേ, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ എന്താ ആവുക? Zn2+ ആവും അല്ലേ. എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ട് Zn2+ ആയി മാറുകയാണ് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സംഭവിക്കുന്നത്. എടാ എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ റിമൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ എവിടെ ഉണ്ടാവും? ഈ Zn റോഡിൽ ഉണ്ടാവും. ശരിയല്ലേ? ഈ Zn റോഡിലെ ഇലക്ട്രോൺസ് ഈ കണ്ടക്ടിങ് വയർ വഴി എവിടേക്ക് മൂവ് ചെയ്യും? എടാ ഈ കോപ്പർ റോഡിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ സംഭവിച്ചു അല്ലേ. ഈ ഇലക്ട്രോണിൻ്റെ ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ബേസിക് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി അല്ലേ. അങ്ങനെ ഉണ്ടായ കറണ്ട് ഇലക്ട്രോൺ എവിടുന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അല്ലേ. അപ്പോൾ കറണ്ട് എവിടേക്കാണ് പോവുക? തിരിച്ചെന്ത് ചെയ്യും? കറണ്ട് അതായത് ഇലക്ട്രോണിൻ്റെ ഫ്ലോൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യാൻ പറ്റും. എടാ ഇനി അങ്ങനെ ഇവിടെ എത്തിയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യൂടാ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ അയോൺസും ഉണ്ടാവും. എപ്പോഴും സൊല്യൂഷനിൽ അയോണുകളായിട്ടാണ് എന്തുണ്ടാവുക? അവിടെ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടാവുക. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ അയോൺസും ഉണ്ടാവും, SO4 2- അയോൺസും ഉണ്ടാവും.
അല്ലേ? ഈ Cu2+ അയോൺസ് ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ നടക്കും അല്ലേ? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാടാ? റിഡക്ഷൻ റിയാക്ഷനാണ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ഏതാ? റിഡക്ഷൻ റിയാക്ഷനാണ്. അപ്പോൾ നോക്ക്, അറ്റ് കോപ്പർ ഇലക്ട്രോണിൽ എന്താ ഉണ്ടാവുക? ഈ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ്, ഞാൻ പറഞ്ഞു സൊല്യൂഷനിൽ എപ്പോഴും അയോണുകളായിട്ടാണ് എന്തുണ്ടാവുക? അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവുക. അപ്പോൾ Cu2+ അയോൺസ് ഈ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആറ്റംസ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയുമാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നടക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കറണ്ട് സർക്യൂട്ട് ക്ലോസ് ആവുന്നത് എന്നുകൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗാൽവനിക് സെല്ലിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇലക്ട്രോണുകൾ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ നടക്കുന്നത് വഴി ഇലക്ട്രോണുകൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഇലക്ട്രോണുകൾ കണ്ടക്റ്റിംഗ് വയർ വഴി കോപ്പർ റോഡിലെത്തി അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ ഇവിടെ നടന്നു അല്ലേ? ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോൻ്റെ ഫലമായിട്ട് ഒരു കറണ്ട്, ഈ ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കറണ്ട് ഉണ്ടായി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് ഇവിടുന്ന് ഇവിടെ വരെ ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ കറണ്ട് എന്താവുന്നില്ല? ക്ലോസ്ഡ് ആവുന്നില്ല. എപ്പോഴും ഒരു കറണ്ട് നമുക്കറിയാം, ഒരു വയർ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വയറിനുള്ളിലൂടെ എന്ത് ഒഴുകില്ല? കറണ്ട് ഒഴുകില്ല. എപ്പോഴും ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഒഴുകുന്നത്. അപ്പം അത് ഈ സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് ഈ സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? സാൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എത്തുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇവിടെ എത്തുന്ന ഇലക്ട്രോണുകൾ, കുറച്ച് ഇലക്ട്രോണുകൾ ഈ സാൾട്ട് ബ്രിഡ്ജ് വഴി തിരിച്ച് ഇവിടേക്ക് തന്നെ എന്ത് ചെയ്യും? ഈ സാൾട്ട് ബ്രിഡ്ജ് വഴി തിരിച്ച് ഈ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ കുറച്ച് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം നോക്കി, ഇവിടെ വരെ ആദ്യം എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ എത്തി അല്ലേ? ഇവിടുന്ന് തിരിച്ച് കുറച്ച് ഇലക്ട്രോണുകൾ തിരിച്ച് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പം ആദ്യം ഇലക്ട്രോണുകൾ ZN റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ കറണ്ട് മൂവ് ചെയ്യുക? അപ്പോൾ തിരിച്ച് ഇങ്ങനെ കറണ്ട് ഒഴുകി അല്ലേ? പിന്നെ തിരിച്ച് ഇവിടുന്ന്, അതായത് കോപ്പർ റോഡിൽ നിന്ന് തിരിച്ച് സാൾട്ട് ബ്രിഡ്ജ് വഴി സിങ്ക് റോഡിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോപ്പർ റോഡിൽ നിന്ന് ഇവിടേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് എന്ത് ചെയ്ത്? കറണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെയാണ് ഈ ഗാൽവനിക് സെല്ലിൽ കറണ്ട് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു അല്ലേ? അങ്ങനെ റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു? കറണ്ട് ഫോം ചെയ്തു. ആ ഫോം ചെയ്യുന്ന കറണ്ട് നമുക്ക് എവിടെ മെഷർ ചെയ്യാൻ പറ്റും? ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കറണ്ടിൻ്റെ പ്രസൻസ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന സൈഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് പറഞ്ഞു. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോഡാണ്. ഈ ഇലക്ട്രോണുകൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യൂലോടാ, അതുകൊണ്ട് ഈ ഇലക്ട്രോൺ ഉണ്ടാവുന്ന ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലോൺ എന്ന് പറയുന്ന ഈ ടേം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എന്തായി? കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത് അല്ലേ? ZN അല്ലേ? ZNൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം അല്ലേ? എത്ര ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. ആ റിയാക്ഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? Zn2+ ആവും 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് അല്ലേ? ഇനി ആ ഇലക്ട്രോണുകൾ ഈ കണ്ടക്റ്റിംഗ് വയർ വഴി ഇവിടെ എന്ത് ചെയ്യും? കോപ്പറിലേക്ക് എത്തും. കോപ്പർ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺസ് ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ഞാൻ ഈ കോപ്പർ ഇലക്ട്രോണിൽ എഴുതിയേക്കുന്നത്. Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu അല്ലേ? ഇങ്ങനെ റിഡക്ഷൻ റിയാക്ഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നടക്കുന്നത്. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോഡ് എന്നാണ്. റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷന് നമ്മൾ വിളിക്കുന്ന പേര് കാഥോഡ് എന്നാണ്. ഈ ഓക്സിഡേഷൻ നടക്കുന്ന, അതായത് ഇലക്ട്രോണുകൾ ഈ ഇലക്ട്രോണിൽ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അങ്ങനെ ഇലക്ട്രോണുകൾ ഇവിടെ എത്തുന്ന ഇലക്ട്രോണുകൾ സാൾട്ട് ബ്രിഡ്ജ് വഴി തിരിച്ച് ഇവിടേക്ക് തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാവും. ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇത്രയുമാണ് ഗാൽവനിക് സെല്ലിൻ്റെ
വർക്കിംഗ് ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ഓവറോൾ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നോക്ക്, ഓവറോൾ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. അപ്പോൾ Zn = Zn2 + 2 ഇലക്ട്രോൺ അല്ലേ? ഇത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. കോപ്പർ ഇലക്ട്രോണിൽ എന്താണ്? റിഡക്ഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? Cu2+ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. Cu2 + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി ഓവറോൾ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുക Zn അല്ലേ? പിന്നെന്താ? Cu2+. കോമൺ ഉള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക അല്ലേ? Zn2 + 2 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സാൾട്ട് ബ്രിഡ്ജ് ആണ്. കാരണം ഇവിടെ എത്തുന്ന ഇലക്ട്രോണുകളെ തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തിച്ചിട്ട് ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്ന ആളാണ് ആര്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ ഈ സർക്യൂട്ട് ഓപ്പൺ ആയി പോകുമായിരുന്നു. അവിടെ എന്ത് ഒഴിവില്ലായിരുന്നു? കറണ്ട് ഒഴിവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പുറത്തും എന്തുണ്ടാവും? നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും അല്ലേ? ലെഫ്റ്റിന് പകരമായിട്ട് റൈറ്റ്, അവിടെ ഓക്സിഡേഷന് പകരമായിട്ട് റിഡക്ഷൻ ഉണ്ടാവും. ആനോഡിന് പകരമായിട്ട് ആ റിഡക്ഷൻ ഒക്കെ ചെയ്യുന്ന ഇലക്ട്രോണിനെ കാഥോഡ് എന്ന് നമ്മൾ വിളിക്കും. ആ ഇലക്ട്രോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരു പാർട്ട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഗാൽവനിക് സെല്ലുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാറുള്ളത്. ഗാൽവനിക് സെല്ലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്.